അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഫീമൻ നജാതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, രക്ഷപ്പെടാൻ എന്താകുന്നു വഴി? ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ എന്താകുന്നു വഴി? അതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ഫോർമുലകളാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ അറസ്റ്റ് ചെയ്തു വെക്കുക, നാവിനെ പിടിച്ചു വെക്കുക. നമുക്കറിയാം, ഒട്ടുമിക്ക ആളുകളെയും നരകത്തിലേക്ക് നയിക്കപ്പെടുന്നത് പ്രധാനമായും അവന്റെ നാവാകുന്നു. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യളുമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അളുമൻ ലഹുൽ ജന്ന, ആരെങ്കിലും തൻ്റെ 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ട് തെറ്റ് ചെയ്യുകയില്ലെന്ന്, 2 കാലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനങ്ങൾ കൊണ്ടും തെറ്റ് ചെയ്യുകയില്ലെന്ന് എനിക്ക് വാക്ക് തന്നാൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാനും വാക്ക് കൊടുക്കാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. വദുൽ ഖർനൈനി ലം യുറഫ് നബിയ കദാ ലുഖ്മാനു ഫഹ്ദർ അൻജിദാലി. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തിയും ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങളും പ്രവാചകന്മാരാണെന്ന് പോലും അഭിപ്രായമുണ്ട് എന്നാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് നൽകിയ കുറച്ച് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ പ്രധാനമായി കൊണ്ട് പറയുന്നത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ, മകനെ, നീ ജനങ്ങൾക്ക് നേരെ മുഖം ചുളിക്കരുത്, അഹങ്കാരിയായി കൊണ്ട് നടക്കരുത്. വഖ്സുദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, നിന്റെ നടത്തത്തിലും സംസാരത്തിലുമൊക്കെ നീ മിതത്വം പാലിക്കണം, ഏതിലും നിനക്ക് വിനയമുണ്ടായിരിക്കണമെന്നാണ് തൻ്റെ മകനോട് ചെയ്യുന്ന ഉപദേശം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ചെറുപ്പകാലത്ത് അബിസീനിയ മാർക്കറ്റിൽ അക്രമപരമായി അടിമയായി വിൽക്കപ്പെട്ടു. തന്നെ വാങ്ങിക്കൊണ്ടുപോയ വലിയ മുതലാളി ഒരു ദിവസം ലുഖ്മാനുൽ ഹക്കീമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലുഖ്മാൻ, ഇന്ന് നീ എനിക്ക് ഒരു ആടിനെ അറുത്ത് ആ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെടുത്ത് എനിക്ക് നീ ഫ്രൈ ചെയ്ത് കൊണ്ട് തരണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം വലിയ ഒരു മുട്ടനാടിനെ അറുത്ത് അതിന്റെ നാവ് മുറിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്ത് ഫ്രഷാക്കി അതിനെ ഫ്രൈ ചെയ്ത് തന്റെ യജമാനന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. പിറ്റേ ദിവസം യജമാനൻ ലുഖ്മാൻ തങ്ങളോട് പറഞ്ഞു, ലുഖ്മാൻ, ഇന്നും നീ എനിക്ക് വേണ്ടി ഒരു ആടിനെ അറുക്കണം. ആ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട അവയവമെടുത്ത് അതെനിക്ക് നീ പൊരിച്ചു കൊണ്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ ലുഖ്മാൻ ഹക്കീം തങ്ങൾ അന്നും ഒരാടിനെ അറുത്ത് ആ ആടിന്റെ നാക്ക് മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത നാവ് ക്ലീൻ ചെയ്ത് പൊരിച്ചെടുത്ത് തന്റെ യജമാനന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ യജമാനൻ ലുഖ്മാൻ തങ്ങളോട് പറഞ്ഞു, ലുഖ്മാൻ, ഇന്നലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല അവയവം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ നാവ് കൊണ്ടുവന്നു, ഇന്ന് ഏറ്റവും മോശപ്പെട്ടത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നാവ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്. ലുഖ്മാൻ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട നേതാവേ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നാവ്, ആ നാവ് നന്നായാൽ അവന്റെ ശരീരത്തിൽ അത്രയും നല്ല അവയവം മറ്റൊന്നില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ നാവ് ചീത്തയായാൽ അത്രയും മോശപ്പെട്ട ഒരു അവയവം മനുഷ്യന്റെ ശരീരത്തിലുമില്ല. അതുകൊണ്ടാണ് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്ത് രക്ഷപ്പെടാൻ, ഈ ലോകത്ത് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിച്ച തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട്, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ അറസ്റ്റ് ചെയ്തു വെക്കുക. ഗീബത്ത്, പരദൂഷണം, പരിഹാസങ്ങൾ, മറ്റ് നാവിന്റെ സകലമാന തെറ്റുകളെ തൊട്ടും നാവിനെ അറസ്റ്റ് ചെയ്തു വെക്കുക എന്ന് ഒന്നാമതായി കൊണ്ട് പറഞ്ഞത്. രണ്ടാമത് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അമ്പരച്ചുംബിയായ കൊട്ടാരമുണ്ടാക്കി അവിടെ താമസിക്കുക എന്നതല്ല.
നേരെ മറിച്ചുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന പരിപാടി മാറ്റിവെച്ച് അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങി മറ്റു സമയങ്ങളൊക്കെ തൻ്റെ വീട്ടിൽ ചിലവഴിച്ച് തൻ്റെ ശരീരം മൊത്തം ദോഷങ്ങളെ തൊട്ട് തടഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വാക്കിലൂടെ തൻ്റെ ശിഷ്യനെ ഉണർത്തിയത്. മൂന്നാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, വബ്കി അലാ ഖത്തിഅതിക, നീ ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച് നീ അള്ളാഹുവിനോട് മാപ്പിരന്നുകൊണ്ട് കരയുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഐനാനി ലയദ്ഖുലന്നാർ, രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ ഒന്നാമത്തെ കണ്ണ് ഐനുൻ ബാത്തത്ത് തഹറസു ലിദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അന്തിയുറങ്ങാതെ രാത്രി ഉറക്കമിളച്ച് ദീനിന്റെ സംരക്ഷകരായി കാവൽ നിൽക്കുന്ന ഭടന്മാർ, അവരുടെ കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. വഅൈനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, രണ്ടാമത്തെ കണ്ണ് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയന്ന് ചിന്തിച്ച് കരഞ്ഞ് കണ്ണുനീർ വാർത്ത കണ്ണ്, ആ കണ്ണൊരിക്കലും നരകത്തിൽ പ്രവേശിക്കയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാലത് ബിഹി ഐനാഹു ഖൗഫൻ കാലി, നാളെ പരലോകത്ത് മഹ്ശറിൽ ജനങ്ങളൊക്കെയും കത്തിക്കാളുന്ന സൂര്യന്റെ ചോട്ടിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ദാഹിച്ച് പരവശരായി ക്ഷീണിച്ചവശരായി നിൽക്കുന്ന സമയത്ത് ഒരു ദാഹവുമില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു ടെൻഷനുമില്ലാതെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകി ആദരിക്കുന്ന 7 വിഭാഗമുണ്ട്. ആ 7 വിഭാഗത്തിലെ ഒരു വിഭാഗമായി മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് വമൻ ദക്കറ റബ്ബൽ മുഹൈമിന ഖാലിയ, ഒറ്റക്കിരുന്ന് എല്ലാം വീക്ഷിക്കുന്ന അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് ഫഫാലത് ബിഹി ഐനാഹു ഖൗഫൻ കാലി, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് കണ്ണുനീർ വാർത്ത കണ്ണാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും സമ്പൂർണമായ രക്ഷ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.